വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയ്ക്കായുള്ള തിരച്ചിൽ 5ാം ദിവസവും വിഫലം. കാട്ടിനുള്ളിലെ തെരച്ചിലിനിടെ ആനയ്ക്കൊപ്പമുള്ള മോഴയാന ദൌത്യസംഘത്തിനെതിരെ പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തലനാരിഴയ്ക്കാണ് ദൌത്യസംഘാംഗങ്ങൾ രക്ഷപ്പെട്ടത്. അതിനിടെ AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന തെർമൽ ഡിറ്റക്ടർ ക്യാമറ കൂടി ഇന്നു മുതൽ വനപാലകർ ആനയെ കണ്ടെത്താനുള്ള ദൌത്യത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ പുനരാരംഭിച്ച തിരച്ചിൽ മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴും കാര്യമായ പുരോഗതി കൈവരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന പോലെ ഒരാൾ പൊക്കത്തോളം ഉയർന്നു നിൽക്കുന്ന മുള്ളുപടർന്ന കുറ്റിക്കാടുകൾ ഇന്നും ദൌത്യത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു. അതിനിടെയാണ് ബേലൂർ മഗ്നക്കൊപ്പമുള്ള മോഴയാന ദൌത്യസംഘത്തിനെതിരെ പാഞ്ഞടുത്തത്. പുറത്തേക്ക് വെടിവെച്ചും ബഹളം വെച്ചും ആനയെ പിന്തിരിപ്പിച്ചാണ് ദൌത്യസംഘം രക്ഷപ്പെട്ടത്. ബേലൂർ മഗ്നക്കൊപ്പം മറ്റൊരു മോഴയാന കൂടിയുള്ളതായി ഇന്നലെ തന്നെ വനംവകുപ്പിന് ലഭിച്ച ഡ്രോൺ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇന്നലെ ദൌത്യം അവസാനിപ്പിക്കുമ്പോൾ മണ്ണുണ്ടി വനമേഖലയിലുണ്ടായിരുന്ന ബേലൂർ മഗ്ന കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കർണാടക ഉടമസ്ഥതയിലുള്ള നാഗർഹോള വനമേഖലയിലെത്തിയിരുന്നു. പുലർച്ചെയോടെ ആന വീണ്ടും കേരള വനാതിർത്തിയിലേക്കെത്തി. ഇത്ര നേരവും ബേലൂർ മഗ്നക്കൊപ്പം കൂടെയുള്ള മോഴയാനയും സഞ്ചരിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവം. അതിനിടെ ഡ്രോൺ ക്യാമറകൾക്കും കുങ്കിയാനകൾക്കും ട്രീ ഹട്ടുകൾക്കും പുറമെ AI സഹായത്തിൽ പ്രവർത്തിക്കുന്ന തെർമൽ ഡിറ്റക്ടർ ക്യാമറയും ഇന്നു മുതൽ തിരച്ചിലിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. നഗ്നനേത്രങ്ങളുടെ ദൂരപരിധിക്കപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന വസ്തുക്കളുടെയും ചിത്രം ലഭ്യമാക്കാൻ AI സഹായത്താൽ ഇതിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.